നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം മറിയക്കുട്ടി എന്നുള്ള ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അദ്ദേഹത്തിന് നിലവിലുള്ള സർക്കാരിൻ്റെ ഭരണ കാര്യങ്ങളിലൊക്കെ വലിയ അതൃപ്തിയുള്ളതുകൊണ്ട് ചട്ടിയുമായിട്ട് വഴിയിലേക്കൊക്കെ ഇറങ്ങി ക്യാമ്പയിൻ നടത്തുന്ന ചില സാഹചര്യങ്ങളുണ്ടായി. അതേപോലെ BJP അധികാരത്തിൽ വരണം, കേരളത്തിൽ വരണമെന്നൊക്കെ എല്ലാ വേദികളിലും പോയി പറയുന്ന ഒരു സാഹചര്യവും കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന, അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന, വാശി പിടിക്കുന്ന BJPയുടെ അനുഭാവികളൊക്കെ എപ്പോഴും പരാതി പറയുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ BJP അധികാരത്തിൽ വരാത്തതിനെ കുറിച്ചിട്ട്. നിലവിൽ ഇവിടെയുള്ള ജീവിത സാഹചര്യം പട്ടിണിയും പരിവട്ടവും കഷ്ടപ്പാടുമാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയൊക്കെ വലിയ രീതിയിൽ പുകഴ്ത്തി പറയുന്നുണ്ട്. ഒറ്റ കാരണം BJPയുടെ ഒരു പ്രതീക്ഷയാണ് സുരേഷ് ഗോപി. അങ്ങനെയുള്ള സുരേഷ് ഗോപിയിലും ദേവനിലും ഒക്കെയാണ് ഇവിടെയുള്ള കുറേയധികം ആളുകൾക്ക് പ്രതീക്ഷ. കേരളം, നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ പോലെ മോഡിജി നേരിട്ട് വന്ന് ക്ഷേമങ്ങൾ അന്വേഷിക്കുന്ന നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലെ ഓരോ വീടുകൾ പോലെയും ആവണം, അത്രയധികം സമ്പൽ സമൃദ്ധിയിൽ ആറാടണം എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകളുടെ ആഗ്രഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം, അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് തന്നെ ഉപയോഗിക്കുന്ന സംഗതിയാണ്. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം അവർ അങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തിട്ട് തന്നെയാണ് വോട്ട് പിടിച്ചത് ആദ്യഘട്ടത്തിൽ തന്നെ. അത് അവരുടെ ഒരു ഇലക്ഷൻ പ്രചാരണത്തിലെ മുഖ്യ ടൂളായിട്ടുണ്ടായ സംഗതിയാണ്. ഇപ്പോൾ രാമക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായിരിക്കുന്നു. അയോധ്യയിൽ വലിയ നവീകരണങ്ങൾ വരുന്നു. ഒത്തിരിയധികം സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യയിൽ അതിനൊക്കെ കഴിവുള്ള എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഇത്രയധികം അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കാനായിട്ടുള്ള ശേഷി ഇന്ത്യയിലുണ്ട്. അതിനുള്ള പ്ലാനിങ് ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അത് മതമല്ലാത്ത ഇതര മേഖലകളിലേക്ക് കൂടെ വരികയാണ് എന്നുണ്ടെങ്കിൽ വലിയ പ്രതീക്ഷയാണ് ഈ ഒരു നാട്ടിൽ ജീവിക്കാനായിട്ട്. രാമക്ഷേത്രവും പരിസര പ്രദേശങ്ങളും അമ്പലങ്ങളും ഒക്കെ വളരുന്നതിനോടൊപ്പം ജനങ്ങളുടെ ജീവിതാവസ്ഥ മാറുന്നുണ്ടോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സാധാരണ വീട്ടിൽ വന്ന് ഒരു ചായ കുടിച്ചു. വലിയ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പ്രൊമോഷന് വേണ്ടി നോർത്തിൽ വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ഒരു വാർത്തയാണ്. ചായ കുടിച്ച വീട്ടിൽ അദ്ദേഹം ചായ കുടിക്കാൻ വന്ന സമയത്ത് അദ്ദേഹം കോൺഫിഡൻ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് കയറി വരുന്നത് എന്തുകൊണ്ടാണ്? തലേ ദിവസം പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന വഴി ആ ഒരു വീട്ടിലേക്ക് ഗ്യാസ് കുറ്റി അനുവദിച്ചിരുന്നു. പാവപ്പെട്ട സ്ത്രീകൾക്ക്, BPL കാർഡ് ഉടമകളായിട്ടുള്ള സ്ത്രീകൾക്ക് സബ്സിഡിയോടെ ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്ന ഒരു സംഗതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന. നമ്മളിലേക്ക് പെട്രോളിൻ്റെയും അല്ലെങ്കിൽ ഡീസലിൻ്റെയും ഒക്കെ ഒരു നികുതിയുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്ററൊക്കെ നമ്മൾ പമ്പിൽ കണ്ടിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ട സബ്സിഡിയോടുള്ള കണക്ഷനാണ്. അപ്പോൾ ആ ഒരു കണക്ഷൻ പാവപ്പെട്ട ആളുകൾക്ക് കിട്ടുന്ന സമയത്ത് എന്താണ് പ്രധാനമന്ത്രി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്കീം വഴി അവർക്ക് കിട്ടുന്നത്? ഗ്യാസ് കണക്ഷൻ്റെ ആദ്യഘട്ട പണം കൊടുക്കേണ്ടതില്ല. റെഗുലേറ്റർ കിട്ടും, സ്റ്റൗ കിട്ടും, അതിൻ്റെ കൂടെയുള്ള ബാക്കി കിടുതാപ്പുകൾ കിട്ടും. ആദ്യഘട്ടത്തിൽ ഗ്യാസ് കുറ്റി ഫ്രീയുമാണ്. പിന്നീട് ഗ്യാസ് കുറ്റി റീഫിൽ ചെയ്യുന്ന സമയത്ത് സബ്സിഡി ആയിട്ട് 200 രൂപയും കിട്ടാറുണ്ട്. ഇതാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. അവിചാരിതമായിട്ടാണ് അങ്ങനെ ഒരു വീട് തെരഞ്ഞെടുത്തത് എന്ന് പറയുന്ന സമയത്ത് തന്നെ എനിക്കത് തീരെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. അതേപോലെ തന്നെ ദാരിദ്ര്യം ലോകത്തിന് മുൻപിലേക്ക് കാണിക്കാൻ പോലും പറ്റുന്ന മിനിമം സൗകര്യങ്ങളുള്ള ഒരു ആംബിയൻസിലേക്കല്ല പ്രധാനമന്ത്രി ഒരു പ്രൊമോഷന് വേണ്ടി കടന്നു വരുന്നത്. അത്രയധികം ദാരിദ്ര്യം നോർത്തിലെ അവസ്ഥ എന്ന് പറയുന്നത്. കേരളത്തിലെ ഒരു മന്ത്രി ഇപ്പോൾ ഞാൻ കാണിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഭവനത്തിൽ വന്ന് ഭരണ നേട്ടങ്ങൾ ഊന്നി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള സംഖ്യകളടക്കം കേരളം കത്തിക്കാനായിട്ട് മുന്നിട്ടങ്ങ് ഇറങ്ങിയേനെ. ഏതായാലും ആ ഒരു വീഡിയോയിലേക്ക് പോകാം. नमस्ते जी। नमस्ते। ओहो, ऐसा मत कीजिए आप लोग। तो आप सूरज के पिताजी हैं? अच्छा, और ये कौन है? मालूम है मैं क्यों आया हूँ आपके घर? है मेरा मालूम है? ऐसा है कि हमने देश में 10 करोड़ घरों में ये गैस का सिलेंडर दिया और आपका नंबर लग गया 10 करोड़ का। तो इसलिए मैंने सोचा जिसको 10 करोड़ मिला है मैं उसके घर जाऊंगा। तो बोले भाई अयोध्या में ही मिला है। मैं कहा चलो भाई मेरा के घर चले आए। चलिए, अच्छा हुआ आप मेरे घर पर आए। तो क्या पकाती हो इस पर? अभी तो आज दाल चावल सब्जी पकाए हैं, आपके लिए चाय बनाए हैं। चाय बनाए? तो पिलाओ ना फिर। ഇതിനകത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ള സംഗതി, പ്രധാനമന്ത്രി വരുന്നതിന് തൊട്ട് തലേ ദിവസമാണ് ഉജ്ജ്വൽ യോജനയിൽ ഇത്രയധികം കോടിക്കണക്കിന് ആളുകൾക്ക് ഗ്യാസ് കണക്ഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു വീട്ടിലേക്ക് കിട്ടിയത്. പ്രധാനമന്ത്രി അതൊരു വലിയ ഭരണ നേട്ടമായിട്ട് പറയുന്ന സമയത്ത് അത് പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് അവിടെ വർക്കാവും. ആ വർക്കാവുന്ന തരത്തിലേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ലായ്മയാണ് BJPയെ അവിടെ എപ്പോഴും അധികാരത്തിലേക്ക് എത്തിക്കുന്ന ഒരു സംഗതി. എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള മിനിമം അവകാശങ്ങളായിട്ടുള്ള സംഗതികൾ പോലും അത്രയധികം വലിയ കാര്യമായിട്ടാണ് ആ ഒരു ജനത നോക്കിക്കാണുന്നത്. കാരണം ഇതുപോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഈ ഒരു കുടുംബം, നിഷ്കളങ്കരായിട്ടുള്ള കുടുംബം, അവിടെ ഗ്യാസ് കിട്ടിയതിനെ കുറിച്ചിട്ടും വെള്ളം കിട്ടിയതിനെ കുറിച്ചിട്ടും ആ ഒരു വീട് ആ ഒരു അവസ്ഥയിൽ ഉണ്ടാക്കാൻ സഹായിച്ചതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ബാക്കിയിലേക്ക് പോകാം.
दूध वाली चाय है, तो दूध यहाँ का मिल जाता है आपको? जी पैकेट वाला मंगवा। हाँ। अब मीठी चाय पीते हैं आप? हैं? हाँ उससे मीठी हो ही जाती है, मालूम नहीं कैसे। तो मेरा आपको क्या क्या लाभ मिला है? जी आवाज मिला है। आवाज मिला है, जी। आपने बना दिया? जी आपके कृपया से। अच्छा, ठीक से बना है? हाँ। अच्छा, और- पहले कहाँ रहते थे? पहले झोपड़ी था यहाँ, हाँ? खपड़े का घर था। हाँ, जी हाँ कहाँ रहते थे? जी और अब अच्छा बन गया? जी। हाँ। ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാമ്പയിനുള്ള ആളുകൾ അവിടെ കോൺഫിഡന്റ് ആയിട്ട് അദ്ദേഹത്തെ കയറ്റിവിടുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ അവർക്ക് കിട്ടിയ വീടായതുകൊണ്ടാണ്. 50,000 2 തവണയായിട്ടും പിന്നെ ടോട്ടൽ 5 ലക്ഷം രൂപ പല ഗഡുക്കളായിട്ട് കിട്ടിയ ഒരു ഭവനമാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭവനത്തിന്റെ ഈ ഒരു കണ്ടീഷനിൽ അവർക്കവിടെ താമസം അനുവദിക്കില്ല. കാരണം നമ്മുടെ ഭൗതിക നിലവാരത്തിനനുസരിച്ചിട്ട് ആ ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ സുരക്ഷയ്ക്കാണ് മുഖ്യ പരിഗണന കൊടുക്കുന്നത്. ഇത്തരത്തിൽ വയറിങ് ചെയ്ത കറണ്ട് 4 പാടും വലിച്ചിരിക്കുന്ന ഒരു വീട്ടിലേക്ക് കറണ്ട് കണക്ഷൻ അപ്രൂവൽ പോലും നമ്മുടെ നാട്ടിൽ കൊടുക്കത്തില്ലാത്ത തരത്തിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ട്. ബേസിക് ആയിട്ട് ഒരു വീട് ഒരു സ്കീമിൽ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ പ്ലാസ്റ്ററിങ് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് നോക്കാറുണ്ട്, അതിൻ്റെ തറ പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കാറുണ്ട്. ഇവിടെ 5 ലക്ഷം രൂപ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ കൂടെ കിട്ടുന്നുണ്ട്, അവർ ആർക്കും കൈക്കൂലി കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോഴും ആ ഒരു വീടിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ ഭരണ നേട്ടം ഊന്നി പറയുന്ന ഇതുവരെയുള്ള പാർട്ടികളിൽ ഒന്നുപോലും പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കത്തില്ലാത്ത തരത്തിലേക്കുള്ള ശോചനീയമായിട്ടുള്ള ഒരു വീടാണ്. ഇതൊക്കെയാണ് നോർത്തിലെ ആ ഒരു സുഖസമൃദ്ധി ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ആളുകൾ ചിന്തിക്കേണ്ടത്. ലൈഫ് മിഷനിൽ പുതുതായി നിർമ്മിച്ച 20,808 വീടുകൾ കൈമാറി. താക്കോൽ ദാനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കഠിനംകുളത്ത് അമീറുദ്ദീന്റെയും ഐഷ ബീവിയുടെയും വീടിന്റെ താക്കോൽ കൈമാറി മുഖ്യമന്ത്രി നിർവഹിച്ചു. വികസനത്തിന്റെ സ്വാദ് എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയണം എന്നാണ് സർക്കാർ നയമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. 3 साल हो गया। 3 साल हो जी। गए? अच्छा, तो बिजली का बिल कितना आता होगा? वो आता है महीने का 100 रुपये 200 ऐसे आता 100-200 है। रुपये। जी और गैस कब से मिला है? ये कल मिला। कल मिल गया? जी अच्छा, तो गैस चलाना आता है? जी कल सीखे हैं। कल सीख लिए? जी तो पहले से चाहती थी, अब गैस मिल गया, अगल बगल वालों को भी तो गैस मिल गया हाँ होगा? सबको मिल गया था। हम छोटे चूल्हे पे बनाते थे, पहले तो भट्टी था, भट्टी पे बनाते थे। हाँ। हाँ फिर चूल्हा ले दिया था, उस पे बनाते थे। ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു വീട്ടിൽ വന്ന് ഗ്യാസ്, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന, പ്രധാനമന്ത്രി ഭവൻ യോജന, ആവാസ് യോജന, അതേപോലെ തന്നെ കറണ്ട് കിട്ടിയത് എന്ന് കിട്ടി, കറണ്ട് ബില്ല് എത്രയായി എന്നൊക്കെ ചോദിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു സംസ്ഥാനത്ത് വന്ന് ഒരു സ്ഥലത്ത് വന്ന്, അതും അയോധ്യ പോലുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് പ്രചാരണത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥ, ആ ഒരു വീടിൻ്റെ അവസ്ഥയൊക്കെ നോക്കുന്ന സമയത്ത് അതിശോചനീയമായിട്ട് എനിക്ക് തോന്നുള്ളൂ. കുറച്ചും കൂടെ അറ്റ്ലീസ്റ്റ് പണ്ട് വിദേശത്ത് നിന്ന് ആൾക്കാർ വന്ന സമയത്ത് മതിൽ കെട്ടി മറച്ച ആ ഒരു രീതിയിലെങ്കിലും ഒരു വീടിനൊരു സെറ്റ് ഇട്ടിട്ടെങ്കിലും ഈ ഒരു പ്രൊമോഷൻ ചെയ്യാമായിരുന്നു എന്നുള്ള തോന്നൽ എനിക്കുണ്ട്. ശരിയാണ്, അവർ വളരെ താഴ്ന്ന അവസ്ഥയിൽ ജീവിച്ചിട്ടുള്ള ആളുകളാണ്. അവർക്ക് ഈ ഒരു വീട് അവർക്ക് സ്വർഗമാണ്. കാരണം അതുപോലും ഇല്ലായിരുന്ന ആൾക്കാരാണ്. അതുപോലും ഇല്ലാത്ത സാഹചര്യം അവിടെയുണ്ട്. അവർക്ക് ഇങ്ങനെ ഒരു വീട് കിട്ടി എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതുപോലും ഇല്ലാത്ത സാഹചര്യമുള്ള ആളുകൾ കേരളത്തിൽ എത്രയോ കുറവാണ്. പ്രധാനമന്ത്രി അത്ര വലിയൊരു കാര്യമായിട്ട് അവിടെ വന്ന് രാജ്യം മുഴുവൻ കാണുന്ന തരത്തിലേക്ക് അത് പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം കണ്ടിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ സ്ഥിരമായിട്ടുള്ള കാഴ്ചയിലുള്ള അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആളുകളാണ്. അത് മതി. ഈ ഒരു വീഡിയോ, പ്രധാനമന്ത്രി വീട്ടിൽ വന്ന് ചായ കുടിച്ചു എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ മതി അവിടെ അവർക്ക് യൂസ് ചെയ്യാനായിട്ട്. ഇവിടെ ഈ പരിപാടി നടക്കുകയല്ല. അതാണ് നമ്മളും വേറെ ചില സ്റ്റേറ്റുകളും തമ്മിലുള്ള വലിയ വ്യത്യാസം. तो लकड़ी जलाते थे या? नहीं वो बुरादा अच्छा। बुरादा बाहर से लाना जी पड़ता था? खरीद के लाते थे उसको। जी, तो अभी तो आपको बहुत फायदा हो जाए, टाइम बच जाएगा। बहुत फायदा, बच्चे को थोड़ा टाइम देंगे। हाँ। हाँ तो मेरा जी आप कुछ काम वाम भी करती हैं? जी फूल बेचते हैं। फूल बेचते हैं? जी कहाँ पर बेचते हैं? नए घर। तो अब तो लोग बहुत आते होंगे, जी हाँ तो फूल कम पड़ जाएंगे। हैं? तो आपको ये अनाज का योजना का लाभ मिलता है? जी जी कितना अनाज मिलता है? 10 किलो। और आपको गैस मिला, बिजली मिली, घर मिला, अनाज मिला, वाह, और पानी मिल गया। पानी भी मिलता है। കറണ്ട്, ഗ്യാസ്, വീട്, വെള്ളം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് ഞാൻ തരുന്നുണ്ടല്ലോ എന്നുള്ളത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അദ്ദേഹം അവിടെ പറയുന്നു. ശരിയാണ്, അവിടെ അത് യൂസ് ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കുക, അയോധ്യ പോലെയുള്ള ഒരു സ്ഥലത്ത് തലേദിവസം കിട്ടിയ ഒരു ഗ്യാസ് കണക്ഷൻ്റെ പേരിൽ പ്രധാനമന്ത്രി വന്ന് പ്രൊമോഷൻ നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. नहीं भगवान तो भगवान रामचंद्र जी है। നിങ്ങളാണ് ഞങ്ങളുടെ ദൈവം, ഞാനല്ല ദൈവം, രാമനാണ് നമ്മുടെ ദൈവം. വീണ്ടും രാമൻ.
രാമക്ഷേത്രത്തിൻ്റെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായിട്ട് മൊത്തത്തിൽ ഒരു രാമൻ എഫക്റ്റ് കഴിഞ്ഞ കുറേ നാളുകളായിട്ടുണ്ട് എന്നുള്ളത് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. ആ ഒരു രാമാഫിക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള ഇതൊക്കെ ഒരു ഭയങ്കര രസമുള്ള ഒരു ക്യാമ്പയിൻ മോഡലാണ്. ഇത് നല്ല രസമായിട്ട് അവരങ്ങോട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതിൻ്റെ റിസൾട്ട് കാണുന്ന സമയത്ത് കണ്ണ് തള്ളിപ്പോവും. ഞാൻ ഈ മറ്റേ PR-ലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് വായിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സക്സസ്ഫുൾ മോഡലായിട്ടാണ് തോന്നുന്നത്. ഈ രാമനും ഈ രാമക്ഷേത്രവും പണ്ടത്തെ ബാബറിയും ഈ ഹിസ്റ്ററി മാറ്റിയിടുന്ന യൂട്യൂബേഴ്സും മറ്റേ പേര് മാറ്റവും ടോട്ടൽ ഹിന്ദുത്വ ബ്രാൻഡിങ്ങും ഭയങ്കര രസമായിട്ടാണ് ഇവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മളുടെ കാലിൻ്റെ കീഴിലുള്ള മണ്ണ് ഒലിച്ചു പോകുന്നല്ലോ എന്നോർക്കുമ്പോഴാണ് അതിനകത്തെ രസം അങ്ങോട്ട് രസമായിട്ട് തോന്നാത്തത്. മോഡിജി ആ വീട്ടിൽ വന്ന് ചായ കുടിച്ചതിനെ കുറിച്ചിട്ടും ഗംഭീരമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്ക് നിമിഷങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കി കൊടുത്തതിനെ കുറിച്ചിട്ടുമൊക്കെ ആലോചിച്ച് നിങ്ങൾക്ക് ഇവിടെ അത്തരത്തിലുള്ള സുഖ സൗകര്യങ്ങൾ വേണം, BJP വരണമെന്നുള്ള ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പവർ ആവട്ടെ. നന്ദി.